അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മോട് എന്തെല്ലാം കൽപ്പിച്ചിട്ടുള്ളത് ഇത് നമുക്കൊരു ബോധം വേണം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുക. അള്ളാഹു എന്തെല്ലാം കൽപ്പിച്ചു, നിസ്കാരാണെങ്കിൽ എങ്ങനെയാണോ കൽപ്പിച്ചത് അങ്ങനെ ഏറ്റെടുക്കുക. നോമ്പ് കൽപ്പിച്ചു, അപ്പൊ ആ നോമ്പ് എങ്ങനെയാണോ നമ്മളെ പ്രവാചകൻ പഠിപ്പിച്ചത് അപ്രകാരം അതിനെ ഏറ്റെടുക്കണം. സക്കാത്തിന്റെ സമയമാകുമ്പോൾ നിസാബ് വെക്കുമ്പോൾ പ്രവാചകൻ എങ്ങനെ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ സക്കാത്ത് കൊടുക്കണം. ആൾക്കാർക്ക് ഇവിടെ പട്ടിണി പാവങ്ങൾ ഒന്നിനും പറ്റാതെ പട്ടിണി എടുക്കുന്ന ടൈമിൽ 100 കിലോ ലോക്കറിലത്ര ഉള്ളിൻ്റെ ഉള്ളിലത്ര എന്തിനാണത്? സ്വർണം കൊടുക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് സ്വർണം തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. സ്വർണത്തിന് സക്കാത്ത് കൊടുക്കുമ്പോൾ അത്ര കൂടുതൽ സക്കാത്ത് കൊടുക്കാനുള്ളവരുണ്ടെങ്കിൽ ഒരു പവനോ മറ്റോ എടുത്തിട്ട് കൊടുത്തോ സ്വർണം ഒരാൾക്ക്. അപ്പോൾ ആ പെൺകുട്ടിക്ക്, പാവങ്ങളെ ദരിദ്രയായ ഒരു പെൺകുട്ടി അവിടെ സ്വർണം ഉപയോഗിക്കാൻ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ബുറും മുക്കിൻ്റെത് മാറ്റിട്ട് നടക്കണ പണക്കാർ മുക്കിൻ്റെ ഇടുന്നുണ്ട് ആൾക്കാർ പറിച്ചോടം വെച്ചിട്ട്. അതല്ല, പക്ഷെ പാവങ്ങളുണ്ടാവും, അവർക്കൊരു പവന് അല്ലെങ്കിൽ ഒരു അരപ്പവന് അല്ലെങ്കിൽ ഒരു കാപ്പവന്, എത്രയാണ് നിങ്ങൾ നിസ്സാം കാപ്പവന് സ്വർണം കൊടുക്കണമെങ്കിൽ കൊടുത്തോ. അതാണ് ഏറ്റവും ഉത്തമം. സ്വർണം കൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കലാണ്. പറഞ്ഞപ്പം പറയണ കൽപ്പിച്ച കാര്യം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ കാശുണ്ട്, ഓനക്ക് അത്യാവശ്യം കാശുണ്ട്, വീട് പണിയെടുക്കാനുള്ള കാശുണ്ട്, അതിന്റെ പുറമേ കാശുണ്ട്. ഓനെന്ത് ചെയ്യും? വീട് പണി ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഹജ്ജിന് പോയാൽ മതി, ഇച്ചിരി കുത്തിയിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ പണക്കാരുണ്ട്, വീട് പണി ഉണ്ട്, മക്കളെ കെട്ടിക്കാറുണ്ട്. ഓനക്ക് കാശുണ്ട്, എന്നാലും അങ്ങനെ കാശുമ്പോൾ എത്തിമാതി. കാരണം ആവശ്യം നിറവാകാൻ കാശാണല്ലോ. അപ്പൊ കാശ് ഇത് കഴിയട്ടെ വെച്ചിട്ട് നിനക്ക് ഒരു വീടുണ്ട്, അത്യാവശ്യം വീട് ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? അവിടെ ചെലവിനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ആ കാശം, പിന്നെ അതിലൊക്കെ കഴിഞ്ഞിട്ട് അതായത് മക്കളെ കെട്ടിക്കാൻ ദാരിദ്ര്യമൊന്നുമില്ല, ആ ടൈമിലൊന്ന് കെട്ടിച്ച് പോകും തോന്നാണെങ്കിൽ നീ എന്ത് ചെയ്യണം? മക്കളെ കെട്ടിക്കൽ ചെയ്യാൻ കാത്തിക്കരുത്. അല്ല 100 പവൻ കൊടുക്കണ്ട മോളിക്ക്, അപ്പോൾ അത് കഴിഞ്ഞിട്ടാവാം. 100 പവൻ കൊടുക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല സ്ത്രീധനം കൊടുക്കാൻ. മോളെ കല്യാണം കഴിക്കാനുള്ള ഒരാൾ കൊടുക്കാനുള്ള അത്യാവശ്യം ആ ചെലവിനുള്ള കാശും അവൾക്ക് വസ്ത്രത്തിനുള്ള കാശ്, നീ അങ്ങനെ ഒരു നിങ്ങൾ മാരൻക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഒരു 12 പവന് ആൾക്ക് കൊടുക്കാനുള്ള കാശും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഒരു 3 ലക്ഷം 4 ലക്ഷം ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകാൻ നിർബന്ധമായി. അപ്പൊ അതിന് വേണ്ടി കാത്തിക്കാൻ പാടില്ല, ഹജ്ജിന് പോകണം. അപ്പൊ ഹജ്ജ് നിർബന്ധമാകുമ്പോൾ അപ്പൊ കൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റെടുക്കണം. അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും വേണം. ഹറാമ് ഒരു അന്യ സ്ത്രീയെ നോക്കൽ ഹറാമാണ്, നോക്കാൻ പാടില്ല. ഒരു അന്യ പുരുഷനെ ഒരു സ്ത്രീ ആവശ്യമില്ലാതെ നോക്കൽ ഹറാമാണ്, അന്യ പുരുഷനെ നോക്കരുത്, അപ്പൊ നോക്കാൻ പാടില്ല. അതുപോലെ തന്നെ പലിശ ഹറാമാണ്, ലോൺ എടുക്കാൻ പാടില്ല. ലോൺ എടുക്കാൻ പറഞ്ഞ അഫുണ്ട് ചില ആളുകൾക്ക് അത്രക്കും അത്യാവശ്യം സ്ഥലവുമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരാള് ഒരു നിവൃത്തിയില്ല, അയാൾക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്ത ടൈമില് ഒരാൾ കടം കൊടുക്കൂല, കാരണം അയാൾക്ക് ജോലിയില്ല. അപ്പൊ ഗവൺമെന്റിന്റെ ലോണ് വളരെ ദരിദ്രർക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ടായിരിക്കും, ചെറിയ പലിശ. അയാൾ ആ ടൈമിൽ അള്ളാഹു തലക്ക് വേറെ നിവൃത്തിയില്ല, ജീവിക്കാൻ വെറുറത്ത് എന്നതിന് പറയാം. ജീവിക്കാൻ വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ആളുകൾക്ക് ലോൺ എടുത്താൽ അള്ള പുറത്തു കൊടുക്കും. അനുവദനീയാന്ന് പറയില്ല, അള്ള പുറത്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. അല്ലാത്തവരും എടുക്കരുത്. മോളെ കല്യാണം കെട്ടിക്കാൻ വേണ്ടി ലോൺ എടുക്കാൻ പാടില്ല, പക്ഷമാർ കല്യാണം കഴിച്ചാൽ മതി. ലോൺ എടുത്ത് കല്യാണം കഴിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ട അവൻ അള്ള പഠിപ്പിക്കും. നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്താലും വേണ്ട, നോമ്പ് വെച്ചാലും വേണ്ടില്ല, നിങ്ങൾ ഖുർആൻ ഓതിയാലും വേണ്ടില്ല, അള്ളാഹ് അത് സ്വീകരിക്കില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അള്ളാഹു തആല നിങ്ങളെ നല്ല പണിയെടുക്കുന്നത്. കാരണം പലിശയുമായി ബന്ധപ്പെട്ടവര് അതുകൊണ്ട് നശിക്കുന്ന, അവൻ എത്ര പണക്കാരനായാലും പിന്നീട് നശിക്കും. കാരണം പലിശ വിടാൻ പറ്റാതെ അള്ളാഹു തആല അവനിട്ട് കറക്കും. അങ്ങനെ ഓന് ലോൺ എടുത്ത് എത്ര രൂപയാണ്? ഒരു 12 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ 12 ലക്ഷം വീടിയിട്ടുണ്ടാവും. പിന്നെ ഈ പലിശ അടക്കാൻ 12 ലക്ഷം വേറെ വീണ്ടും വന്നിട്ടുണ്ടാവും. വീടിട്ടതിന്റെ അപ്പുറം ഒരു ജീവിക്കാൻ പറ്റാതാവും. അങ്ങനത്തെ അവസ്ഥയിലേക്ക് കൊണ്ട് നിർത്തി അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ നമ്മളെല്ലാവരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, അവർ ഭർത്താക്കന്മാർ ലോണുമായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കാൻ പറയണം. അവർ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കണം, പലിശയുമായി കളിക്കേണ്ട, ബുദ്ധിമുട്ടാവും.
കാരണം അന്ന് റസൂലും ആ വിധത്തിൽ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, വളരെ മോശമാക്കിയിട്ടും വളരെ വലിയ വൻ പാപമായിട്ടാണ് ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതൊരിക്കലും പലിശയുമായി ബന്ധപ്പെടുത്തി ചെറിയ പാപമല്ലത്. പലിശയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ, സന്താനങ്ങളൊക്കെ നശിച്ചുപോകും. സന്താനങ്ങളോട് പോലും ചെയ്യുന്ന ക്രൂരതയായി മാറും. അവർക്കും ഒന്നുമില്ലാതാവും. മാത്രമല്ല അവർ ഹറാമായ ഭക്ഷണം കഴിക്കേണ്ടി വരും. ഹറാമായ ഭക്ഷണം കഴിച്ചാൽ അവരുടെ ഇബാദത്ത് പോലും അല്ലാഹു സ്വീകരിക്കും. ഇത് വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കും. മഹാനായ സമുറത്ത് റളിയല്ലാഹു തആല അൻഹു, സമുറത്ത് ബിൻ ജുന്ദബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചു തരാം. സമുറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അത് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വിവരിച്ച ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂല് സാധാരണയായിട്ട് ഞങ്ങളോട് എല്ലാം പൊതുവെ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നോ, സ്വപ്നം കാണാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച ആളുകളൊക്കെ സ്വപ്നങ്ങൾ വിവരിക്കാറുമുണ്ട് അള്ളാഹിന്റെ റസൂലിനോട്. ഒരിക്കൽ അള്ളാഹിന്റെ റസൂല് ഒരു പ്രഭാതത്തിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ നടത്തും. ഒരു പ്രഭാതത്തിൽ ഞങ്ങളോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ അടുക്കൽ 2 ആളുകൾ വന്നു. എന്നോട് പറഞ്ഞു അവരുടെ കൂടെ പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയി. അങ്ങനെ ഞങ്ങൾ എത്തിയത് നിലത്ത് കിടക്കുന്ന ഒരാളുടെ അടുക്കലാണ്. ഒരാളിങ്ങനെ നിലത്ത് കിടക്കുകയാണ്. അതിനടുത്ത് തന്നെ വേറൊരാളുണ്ട്, വലിയൊരു കല്ല് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ആരാ ഓർമ്മ എണീറ്റ് ഈ ഹദീസ് കേട്ടോളി, മനസ്സിലാവും. ഈ എന്താ പറയാ, ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന ആളുകൾ ഇന്നത്തെ ക്ലാസ് വേണമെങ്കിൽ കൊടുത്തുള്ള ശരീഅത്തിന്റെ വിഷയമായതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക്, അതായത് മുരീദന്മാർക്ക് മാത്രം, ഇവിടെ സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന മുരീദത്തുകൾ അവർക്ക് മാത്രം ഷെയർ ചെയ്യാം. ഇന്നത്തെ ശരീഅത്തിന്റെ വഴിയിലെ ക്ലാസ് ആയതുകൊണ്ട് ഷെയർ ചെയ്യാം. അവരോട് പറയും ചെയ്യാം, ഇനി മുതലുള്ളത് ശരീഅത്തിന്റെ ക്ലാസ്സുകളും തെക്കുവയും ക്ലാസ്സുകളും ആയതുകൊണ്ട് അത് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കണേ. അതുകൊണ്ട് അത് പറയാനും പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ് നേരിട്ട് വന്ന് കേൾക്കണമെന്ന് പറയണം. ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്തോളി, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോളി. അവർ കാരണം ശരീഅത്തിന്റെ വിഷയമായതുകൊണ്ട് ഇന്നത്തത് ഷെയർ ചെയ്യുക, കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്, സമുറത്ത് റളിയല്ലാഹു തആല അൻഹു പറയാണ് ഈ ഹദീസ് റിപ്പോർട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, ഞങ്ങൾ അങ്ങനെ എന്നെ 2 പേര് കൊണ്ടുപോയി ഒരു കിടക്കുന്ന ഒരാളുടെ അടുക്കലുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ കല്ലു പിടിച്ചിരിക്കുന്നുണ്ട്. ആ ആള് ഒന്ന് കുനിയും, മറ്റൊന്നിൽ ഇദ്ദേഹത്തിന്റെ തലയിലേക്ക് എറിയും ഈ കല്ല്. അങ്ങനെ തല ചതഞ്ഞു പോകും, ഈ കല്ല് വീണു പോകും. കല്ല് വീണ് കഴിഞ്ഞാൽ വീണിട്ട് ഉരുണ്ടു പോകും. അപ്പൊ ഈ ആള് വീണ്ടും പോയിട്ട് ആ കല്ലെടുക്കുകയാണ്. വീണ്ടും വരുമ്പോഴത്തിന് ഈ തല പൂർവ്വസ്ഥിതിയിൽ ആദ്യത്തെ പോലെ തന്നെ ആവും, വീണ്ടും എറിയും. ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സുബ്ഹാനല്ലാഹ്, ഇതാരാണ്, ഇതെന്താണ് എന്നുള്ള വിധത്തിൽ ഈ ആളുകളോട് ഞാൻ ചോദിച്ചു എന്ന് പ്രവാചകൻ പറയാണ്. അപ്പൊ അവര് പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞ് ഉത്തരം തരാതെ, ഞാൻ ഹദീസ് വിശദീകരിക്കുകയാണ്, ഉത്തരം തരാതെ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അവിടുന്ന് പോവുകയാണ് അല്ലാഹുവിന്റെ റസൂൽ. പോയി വീണ്ടും എത്തുന്നത് ഇതേപോലെ പെരടിക്ക് മലർന്ന് കിടക്കുന്ന ഒരാളിട്ടാണ് വീണ്ടും എത്തുന്നത്. ഒരാളിങ്ങനെ മലർന്ന് കിടക്കുകയാണ്. അയാളുടെ അടുക്കൽ ഒരു ഇരുമ്പിന്റെ കുളത്ത് പിടിച്ചിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ഇയാൾ ചെയ്യണത് എന്താണ്, ഈ കുളത്ത് പിടിച്ച ആള് ഈ മനുഷ്യന്റെ വായിലേക്ക് ഈ കുളത്തിട്ടു. എന്നിട്ടാണ് കീറാണ് പെരടിന്റെ ഭാഗത്തേക്ക്, താഴേക്ക് പെരടിന്റെ ഭാഗത്തേക്ക് വായയിൽ കുളത്തിട്ടിട്ട് അത് കീറി പൊളിക്കുകയാണ്. പിന്നീട് മൂക്കിന് കുളത്തിടുകയാണ്, കീറി പൊളിക്കുകയാണ്. ആ പെരടിയിൽക്കാണ് അത് കൊണ്ടുവരുന്നത്. അതിന്റെ ഉള്ളിക്കാണ്ട് ഇട്ടിട്ട്, മൂക്കിന്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഉള്ളിക്കാണ്ട് ശരിയാക്കുകയാണ്, ഉള്ളിക്കിട്ട് എന്നിട്ട് കീറാണ് പെരടി വരെ. പിന്നെ കണ്ണിൽ കിടുന്നു, കീറുന്നു. ഭീകരമായൊരവസ്ഥ. അത് കഴിഞ്ഞ് അയാൾ വീണ്ടും വലതു ഭാഗത്തേക്ക് വന്നു. വായയുടെ വലത് സൈഡിലേക്ക് കൊടുത്തിട്ട് അത് വലതു ഭാഗത്ത് കൂടെ ബാക്കിലേക്ക് വീണ്ടും കീറാണ്.
ഇടത് മൂക്കിന്റെ ഹോട്ടൽ വീണ്ടും കീറാണ്. അപ്പൊ ഇവിടെ കീറി കഴിയുമ്പോൾ തന്നെ നേരത്തെ കീറി ഇടത് ഭാഗത്ത് ആ ഭാഗം മുഴുവൻ ശരിയാവും, ആദ്യത്തെ പോലെ തന്നെ ആവും. അപ്പൊ ഇവിടുത്തെ കീറി കഴിഞ്ഞാൽ വീണ്ടും അങ്ങോട്ട് പോയി, അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ പോലെ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വ്യക്തികൾ, നേരത്തെ പറഞ്ഞ വ്യക്തിയാണെങ്കിലും ഈ വ്യക്തിയാണ് ഈ കിടക്കുന്ന വ്യക്തികൾ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയാവൂല, അതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വേദന. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇതെന്താണ്, ആരാണിത്, ഇതെന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്? വരും നമുക്ക് പോകാം. അവരെ മറുപടി പറഞ്ഞില്ല, നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യാണ്, അവർ പോവുകയാണ്. അങ്ങനെ പ്രവാചകൻ പറയാണ്, പിന്നീട് നമ്മൾ എത്തുന്നത്, അത് കഴിഞ്ഞ് ഒരു അടുപ്പ് പോലെയുള്ള താഴ്ഭാഗം വിശാലമായതും മുകൾ ഭാഗം കുടുസായതുമായ ഒരു തെന്നൂറുണ്ടല്ലോ, തെന്നൂറിന്റെ അടുപ്പ്, അതുപോലെ അടുപ്പിന്റെ അടുത്തേക്കാണ്. അതായത് അടുപ്പ് എന്ന് പറഞ്ഞാൽ തെന്നൂറിന്റെ അടുപ്പ് ഇങ്ങനെയാണ്, മുകൾ ഭാഗം ഇങ്ങനെ കുറച്ചുണ്ടാവും. നമ്മുടെ ചെമ്പുണ്ടല്ലോ, ബിരിയാണി ചെമ്പുണ്ടല്ലോ, വലിയ ചെമ്പ്, അതുപോലെയുള്ളത് മനസ്സിലാക്കുന്നു. അതാണ് തെന്നൂറിൻ്റെത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുറം ഭാഗം ഇങ്ങനെ കുടിച്ചാണ്, താഴ്ഭാഗത്തേക്ക് നല്ല കൊണ്ടിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അടുപ്പ്, അടിയിൽ കത്തിക്കപ്പെടുന്ന അടുപ്പിലേക്കാണ് പോകുന്നത്. അതിൽ നഗ്നരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ കാണുന്നത്, വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ. അവരുടെ താഴ്ഭാഗത്ത് തീ കത്തിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും കോലാഹലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ശബ്ദകോലാഹലങ്ങൾ. അവരെങ്ങനെ ഉയർന്നു വരും, ഈ തീയിലിങ്ങനെ ഇതായും കാണാൻ അങ്ങനെ പത പൊന്തിയ പോലെ തിളച്ചു പൊന്തൂല്, തിളച്ചിട്ട് ഇങ്ങനെ ഉയർന്നു വന്നിട്ട് പുറത്തേക്ക് വരാൻ മാത്രമാവും. അപ്പോഴത്തിന് തെളുത്താവും. പാല് തിളച്ചാൽ എങ്ങനെ ഉണ്ടാവും, നമ്മുടെ സ്റ്റൗ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പാല് ഉടനെ താഴേക്ക് പോകില്ലേ, അതേപോലെ അവർക്ക് പുറത്തു വരാൻ പറ്റില്ല. ഈ തീയിൽ കിടന്നുകൊണ്ട് പ്രയാസപ്പെടുകയാണ് ശബ്ദകോലാഹലങ്ങൾ. മനസ്സിലാവും. ഇതിങ്ങനെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇതേപോലെ ചോദിച്ചു, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് ഇതുപോലെ ചോദിച്ചപ്പോൾ, വരും നമുക്ക് പോവാം, വീണ്ടും പോവാണ്. നബിമാരുടെ സ്വപ്നം നമ്മുടെ സ്വപ്നം പോലെയല്ല. അവരുടെ സ്വപ്നം ഫാക്റ്റായിരിക്കും, സത്യമായിരിക്കും. അല്ലാതെ ഒരു വ്യാഖ്യാനത്തിന് ആവശ്യം വരില്ല എന്ന് നബിമാരുടെ സ്വപ്നം. വളഞ്ഞു തിരിഞ്ഞിട്ട് നമ്മൾ കൂടുതലുള്ള വ്യാഖ്യാനത്തിന് ആവശ്യം വരില്ല, അവർക്ക് നേരെ തന്നെ അവർക്ക് അതിൽ കിട്ടുന്നു. മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നമാണ് ഈ പറയുന്നത്. അവര് കൽപുറങ്ങിയാലും കണ്ണുറങ്ങൂല എന്ന് അവരുടെ ഉറക്കത്തിനെ സംബന്ധിച്ച് പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വീണ്ടും ഞങ്ങൾ യാത്രയായി. യാത്രയായപ്പിന് എത്തുന്നത് ഒരു ചുവന്ന രക്തത്തിന്റെ കളറുള്ള ഒരു പുഴയുടെ അടുക്കലേക്കാണ്. ആ പുഴയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നീന്തി വരുന്നുണ്ട്. പുഴയുടെ കരയിൽ ഒരാള് കുറെ വലിയ കല്ലുകൾ പിടിച്ചിട്ടിരിക്കുന്നുണ്ട്, കല്ലുകൾ കൂട്ടിയിട്ടിട്ടിരിക്കുന്നുണ്ട്. ഇയാള് നീന്തിട്ട് കര കയറാൻ നേരത്ത് പിടിച്ചിട്ട് ഇതിന്റെ അടുത്ത് വരുമ്പോ ഈ നീന്തി വരുന്ന മനുഷ്യനെ പിടിച്ചിട്ട് ഈ കല്ലുകൾ അയാളെ വായിലേക്ക് എറിയും. ഇയാൾ അങ്ങനെ വായിലേക്ക് കല്ലെറിഞ്ഞാൽ എന്തൊരു സ്ഥിതി, കനം കൊണ്ട് താങ്ങും. അയാൾ വീണ്ടും അങ്ങനെ തന്നെ പോകും, വീണ്ടും നീന്തി വരും. ഇങ്ങനെ എത്തുമ്പോഴേക്കും വീണ്ടും വായിലേക്ക് കല്ല് എറിയും. അപ്പോഴും പ്രവാചകൻ ചോദിച്ചപ്പോൾ ഉത്തരം കൊടുത്തില്ല, പോകാമെന്ന് അവിടെ നിൽക്കും. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തിയെ കണ്ടു, കണ്ടാൽ അറുപ്പ് തോന്നിക്കുന്ന ഒരു വ്യക്തി, വിരൂപിയായ ഒരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തി തീയ് കൂട്ടിയിരിക്കുകയാണ്. തീയ് കൂട്ടിയിട്ട് അതിന് ചുറ്റും അങ്ങോട്ടും കൂടെ നടക്കുന്നുണ്ട്. ആരാണെന്ന് ചോദിച്ചു, പറഞ്ഞില്ല, പോകാമെന്ന് പറഞ്ഞു. വീണ്ടും അങ്ങനെ പറയാണ്. അങ്ങനെ പോയപ്പോൾ നല്ല ഒരു വസന്തകാലത്ത് പുഷ്പങ്ങൾ വിരിഞ്ഞതുപോലുള്ള ഒരു കാലമുള്ള ഒരു പൂന്തോട്ടത്തിലെത്തി. നല്ലൊരു പൂന്തോട്ടം. അവിടെ ഒരു വലിയ മനുഷ്യനുണ്ട്, നല്ല നീളമുള്ള മനുഷ്യൻ. ആകാശം മുട്ട് നീളമുള്ളത് കാരണത്താൽ അദ്ദേഹത്തിന് മുഖം കാണാൻ പറ്റിയില്ല. പ്രവാചകൻ പറയാണ്, ഇത്ര നീളുണ്ട്, നല്ല താടി, നീണ്ട താടിയൊക്കെയുള്ള നല്ലൊരു മനുഷ്യൻ. പക്ഷെ ശരിക്കും പോലെ എന്ത് ചെയ്തില്ല, അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചില്ല. കൂടെ കുറേ ആളുകളും ഉണ്ട്. അതിന് ഉത്തരമൊന്നും പറയാതെ വീണ്ടും പോയി. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയപ്പോ ഒരു മരം കണ്ടു. ആ മരത്തിലേക്ക് എൻ്റെ കൂടെയുള്ള 2 പേര് പറഞ്ഞു, ആ മരത്തിലേക്ക് പ്രവാചകരോട് കയറാൻ പറഞ്ഞു. നബി പറയണ, എന്നോട് കയറാൻ പറഞ്ഞു. ഞാൻ കയറി, അവരും കയറി. അവിടെ എത്തുന്നത് ഒരു സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികളെ കൊണ്ട് പണി തീർത്തതായ
ഒരു നഗരത്തിലാണ് പട്ടണത്തിലാണ് അവരെത്തുന്നത്. പട്ടണത്തിന്റെ വാതിൽ അടച്ചിട്ടുണ്ട്. അവര് മുട്ടി തുറക്കാൻ പറഞ്ഞു. അങ്ങനെ തുറന്ന് അതിലേക്ക് കയറിയപ്പോൾ അതിൽ പകുതി ഭാഗം വളരെയധികം സൗന്ദര്യമുള്ളവരും, എന്നാൽ പകുതി ഭാഗം വളരെയധികം ഒരു ഭംഗിയില്ലാത്ത വളരെ വൈരൂപ്യവുമുള്ള കുറെ ആളുകളൊക്കെ ഉണ്ട്. ചെറുപ്പക്കാരും വയസ്സന്മാരൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ കൂടെ വന്ന 2 പേര് എന്ത് പറഞ്ഞു, നിങ്ങൾ അവിടെയുള്ള പുഴയിൽ പോയിട്ട് കുളിച്ചു വരിക എന്ന് പറഞ്ഞു. അപ്പൊ അവര് അവിടെ ഒരു പുഴ കാണാൻ സാധിച്ചു. ഇങ്ങനെ അതിൽ നല്ല വെളുത്ത കളറുള്ള വെള്ളമാണ്. വെളുത്ത കളറുള്ള വെള്ളം കണ്ടിട്ടില്ല. വെള്ളത്തിന് വെളുപ്പ് കളറുള്ള വെളുപ്പ് കളറുള്ള ഒരു പുഴയാണ്. ആ പുഴയിൽ പോയി അവർ കുളിച്ചു വന്നപ്പോൾ അവരുടെ എല്ലാ വൈരൂപ്യം മാറി പൂർണ്ണസുന്ദരന്മാരായി മാറിയത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇത് ഈ ആളുകൾ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ സ്വർഗം, ജന്നത്തു അദിൻ. നബിയെ, ആ കാണുന്നതാണ് എന്ത് നിങ്ങളുടെ വീട്. ഒരു വീട് മണിമാലയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ വീട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനിങ്ങനെ നോക്കിയപ്പോൾ വെള്ള മേഘങ്ങളെ പോലെയുള്ള മണിമാളിക കണ്ടു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാ എന്നെ നിങ്ങൾക്ക് അള്ളാഹു താല നല്ലത് വരട്ടെ, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, എന്നെ ഇവിടെ വിട്ടേക്ക്, ഞാനൊന്ന് അതിൽ കയറി വരാം, നിങ്ങൾ പൊക്കോളി എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞത്രേ, ഈ കൂടെ വന്നവർ പറഞ്ഞത്രേ, അത് ഇപ്പൊ വേണ്ട, അത് പിന്നീട് നിങ്ങൾക്കാവാം, നിങ്ങൾക്ക് മാത്രമേ അതിലേക്ക് പ്രവേശനം വേണ്ട. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രാത്രി ഞാൻ പലതും കണ്ടു, പല അത്ഭുതങ്ങളും കണ്ടു, നിങ്ങൾ അതൊന്നും എനിക്ക് വിവരിച്ചു തരണം എന്ന് പറഞ്ഞു. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ ഈ 2 പേരൊന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമുമാണ്, ഒന്ന് മീകായിൽ അലൈഹി ഇസ്ലാമുമാണ്. ഇവര് പറഞ്ഞു, നിങ്ങൾ ആദ്യം കണ്ടതുണ്ടല്ലോ ആ കിടക്കുന്ന മനുഷ്യന്റെ മേൽ ഒരു കല്ല് കൊണ്ടുകൊണ്ട് ഒരാളിങ്ങനെ തല ചതക്കുന്നത്, ആ മനുഷ്യൻ ആരായിരുന്നു? ആ മനുഷ്യൻ ഖുർആൻ പഠിച്ച ആളായിരുന്നു. ഇൽമു പഠിച്ച ആളായിരുന്നു. ഖുർആന്റെ ഇൽമു ഖുർആൻ പഠിച്ച ആളായിരുന്നു, മനഃപ്പാടമാക്കിയ ആളായിരുന്നു എന്നാണ് ഹദീസിൽ ഒരു വായിക്കുന്നത്. അദ്ദേഹം ഖുർആൻ മനഃപ്പാടമാക്കിയ ആളായിരുന്നു. പക്ഷേ രാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങും, ഇബാദത്തൊന്നും ചെയ്യാതെ. രാവിലാണെങ്കിലോ അമല് ചെയ്യൂല. ആ പഠിച്ച ഖുർആനുള്ള അമലുകൾ, നല്ല സൽക്കർ പ്രവർത്തനങ്ങൾ ചെയ്യുകയുമില്ല. മറ്റൊരു ബുഖാരി തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത്, അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ആ മനുഷ്യൻ ഖുർആൻ പഠിച്ച ആളാണ്, പിന്നീട് അത് ഒഴിവാക്കി, അതിൽ നിന്ന് ഒഴിവായി, അയാൾ അതിനെ ഒഴിവാക്കി ഖുർആൻ പഠിച്ചത്. ഖുർആൻ പഠിക്കുകയും അതിൽ നിന്ന് ഒഴിവാകുകയും ഫർള് നിസ്കരിക്കാതെ ഫർള് നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ഉറങ്ങുന്ന ആളായിരുന്നു. അതിനുള്ള ശിക്ഷാണ് കൊടുത്തത്. അപ്പൊ ഇത് ഖിയാമത്ത് നാൾ വരെ തുടരുന്നു. ഖബറിലുള്ള ശിക്ഷയാണ്. ഇന്ന് മരിച്ചാല് നിസ്കാരം കളാക്കുന്ന ആള്, അതല്ലെങ്കിൽ ഖുർആൻ ഓതാൻ പഠിച്ചിട്ട് ഖുർആൻ ഓതാത്ത ആള്, അല്ലെങ്കിൽ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ട് അത് അമല് ചെയ്യാതെ നടക്കുന്ന ആൾക്കാർ. ഖുർആനൊക്കെ നമ്മൾ പറയാം, ഇത്ര ഹാഫിളാണ്. ഇത് ഹാഫിളാണെങ്കിൽ ആ ജീവിതം തെക്കുപേര് ജീവിക്കണം, അമലിൽ ജീവിക്കണം. ഹാഫിളായിട്ട് മാത്രം പുണ്യം കിട്ടൂല. ഹാഫിളാണ് ഇത്ര ആൾക്കാർക്ക് ഷഫാഅത്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയുമല്ലോ, 7 തലമുറ. പക്ഷെ ഇതും ഹാഫിൾ തന്നെയാണ് ഈ പറയുന്നത്. അത് പ്രവർത്തിക്കുന്നവർക്കാണ് 7 തലമുറ ഷഫാഅത്ത്, അല്ലാത്തവർക്കുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞത്. പ്രവർത്തിക്കാത്തവർക്കുള്ള ഇത് നമ്മൾ ശരിക്കും ചിന്തിക്കണം, മനസ്സിലാവും. ഇനി രണ്ടാമത്തത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ വിവരിക്കുകയാണ്. രണ്ടാമത്തത് നിങ്ങൾ കണ്ടത്, വായ ഒന്നാകെ കീറുന്നു, മൂക്ക് കീറുന്നു, പെരടി വരെ, കണ്ണ് കുത്തിയിട്ട് കുളത്തി വലിച്ച് കീറുന്നു, സഹിക്കാൻ പറ്റാത്ത വേദന. ഇതെന്താണ്? ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങി നുണ പറഞ്ഞ് നടക്കുന്ന ആളാണ്, കളവ് പറയുന്ന ആളുകൾ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നിസ്സാരാക്കരുത് കളവ് പറയുന്നതിന്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ മുപ്പരപ്പണി വ്യാജം പ്രചരിപ്പിക്കലാണ്. ഓരോ ആളുകളെ സംബന്ധിച്ച് അത് പറഞ്ഞ് ഇത് പറഞ്ഞ്, വ്യക്തികളെ സംബന്ധിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കെട്ടിച്ചമച്ച് പറഞ്ഞ്, ഇനി ആളുകളെ സംബന്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് സ്വന്തം പറഞ്ഞ്, ഞാൻ അങ്ങനെ ആക്കി, ഞാൻ ഇങ്ങനെ ആക്കി, ഞാൻ മറ്റോടത്ത് പോയി, ഞാൻ ഇവിടെ പോയി. മനസ്സിലാവുന്ന ഇങ്ങനെ കളവ് പറയും. ആർക്ക് വേണ്ടിയായാലും, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി കളവ് പറയാൻ പറ്റുമോ? നിങ്ങളെ പാർട്ടിന്റെ നേതാവ് ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട്, അയാളിൽ ഇല്ലാത്ത ഗുണം പറഞ്ഞു നടക്കാൻ പറ്റുമോ? ഇയാൾ ഇന്ന ഗുണമുള്ള ആളാണ്, ഇയാൾ മറ്റേ ഗുണമുള്ള ആളാണ്, അല്ലെങ്കിൽ അയാൾ ഇന്ന തെറ്റ് ചെയ്യാത്ത ആളാണ്.
എന്തിനാണ് വെറുതെ കൊണ്ടുപോയിട്ട് എന്നിട്ട് ഇതിങ്ങനെ പ്രചരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള രാഷ്ട്രീയത്തിനെ പറ്റി പറഞ്ഞാൽ അങ്ങനെയല്ലേ. നമ്മളിങ്ങനെ നമ്മളറിയാത്ത ഒരാളെ പറ്റിയിട്ട് അയാളെ ഗുണം വിവരിച്ചുകൊണ്ടും അയാളെ തിന്മ വിവരിച്ചുകൊണ്ടും നമുക്ക് വല്ല കാര്യമുണ്ട്? അയാൾ ശിക്ഷ ചെറിയ ശിക്ഷയാണോ? മരിച്ചോട് കൂടി ശിക്ഷ തുടങ്ങുകയാണ്. നാളെ മാഷറേക്ക് പോകണ്ട, ഇന്ന് മരിച്ചാൽ കബറിലെത്തിയോട് കൂടി ശിക്ഷ തുടങ്ങി. നുണപ്രചരണം നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ സംസാരിക്കുന്നുണ്ടല്ലോ, വയത് പറയണവര്, പ്രസംഗിക്കുന്ന ആൾക്കാർ, നല്ലത് ഉപദേശിക്കുന്ന ആളുകൾ, ഇവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വയത് പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ അതിൽ കളവ് കൂടാൻ പാടില്ല. നമ്മളെ സ്വന്തത്തിനെ പറ്റിയിട്ട് കളവ് പറയാൻ പാടില്ല, ഹദീസുകൾ കളവായിട്ട് പറയാൻ പാടില്ല, ഒരാളെ സംബന്ധിച്ച് കളവ് പറയാൻ പാടില്ല, ഇല്ലാത്ത സംഭവങ്ങൾ പറയാൻ പാടില്ല. പണ്ഡിതന്മാരെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് അല്ലെ ഷെയ്ഖുമാരെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കളവുകളൊക്കെ പറഞ്ഞുണ്ടാക്കി കെട്ടിച്ചമച്ചിട്ട് പാടില്ല. അപ്പൊ അതങ്ങനെ പോയി. അല്ലാഹുതആല കാത്തുരക്ഷിക്കട്ടെ, താവിനെ സൂക്ഷിക്കാനെന്ന് തൗഫീക്ക് നൽകട്ടെ. എന്തിനാണിതെന്ന് ഷെയ്ഖന്മാരിൽ വല്ല ഗുണം ഉണ്ടെങ്കിൽ ഉള്ളത് പറഞ്ഞപ്പോൾ എന്തിനീ കളവ് കെട്ടിച്ചമച്ച് പറയണ്? അങ്ങനെ പാളെ കൂട്ടേണ്ട കാര്യമുണ്ട്. ഇത് അള്ളാന്റെ ദീനല്ല, ആരും തറവാട് വക സ്വത്തൊന്നുമല്ലല്ലോ ദീൻ എന്ന് പറഞ്ഞ സാധനം. ഈ ദീനാണ്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് പറഞ്ഞിട്ടെങ്കിലും ഇന്റെ ഷെയ്ഖിന്റെ അടുത്തേക്ക് എന്റെ ഉസ്താദിന്റെ അടുത്തേക്ക് ആൾക്കാർ വരട്ടെ. അപ്പൊ എന്റെ ഉദ്ദേശം എന്താണ്? നന്നാവലാണോ ഉദ്ദേശം? എന്റെ ഉസ്താദിന്റെ അടുത്തേക്ക് തന്നെ എന്റെ ഷെയ്ഖിന്റെ അടുത്ത് തന്നെ ആൾക്കാർ വരണമെന്നില്ലല്ലോ. അയാൾ എവിടെയെങ്കിലും പോയി നന്നായിക്കോട്ടെ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എന്റെ ഉസ്താദിന്റെ അടുത്തേക്ക് തന്നെ വരില്ല. അതിന് കളവ് പറഞ്ഞ എന്തിനാണ് വരുന്ന? കളവ് പറയണം. ഉള്ളത് പറഞ്ഞിട്ട് വരുന്നവർ വന്നാൽ തീരും, ഇല്ലാത്തവർ വരണ്ട. അല്ലാത്തവർ വരണ്ട. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഒരിക്കലും കളവ് ഒരു വിധത്തിലും നമ്മൾ ഉമ്മയെ പറ്റിയാണ്, ഉപ്പയെ പറ്റിയാണ്, മക്കളെ പറ്റിയിട്ടാണെങ്കിലും ഭാര്യയെ സംബന്ധിച്ചാണെങ്കിലും 1000 നാവാണ് ഭാര്യനെ പറ്റി പറയുമ്പോൾ. എന്റെ ഭാര്യ അങ്ങനത്തെ ഭാര്യയാണ്, എന്റെ ഭാര്യ ഒറ്റ തള്ളവരിലും എന്നൊരു ഡാൻസ് ചെയ്യുന്നാണോ, എന്റെ ഭാര്യ സൗന്ദര്യം പോലെ ആരെടുത്തില്ല സൗന്ദര്യം, അതുകൊണ്ട് ഞാൻ മുഖമുറട്ടാക്കുന്നത്. കാരണം ഒരാൾ നോക്കാതിരിക്കാൻ പോലെ സൗന്ദര്യത്തിൽ കണ്ണുറോടായിരിക്കണം. എന്റെ ഭാര്യ ഫുഡ് ഉണ്ടാക്കിയതുപോലെ ഇവിടെ ലോകത്തൊരാൾ ഫുഡ് ഉണ്ടാക്കില്ല. അയ്യാതി ഫുഡ്, അത് എന്റെ ആരോഗ്യം ഇങ്ങനെ. എന്തിനാണ് ഇങ്ങനെ? കാരണം എന്റെ മോള് ഭയങ്കരാണ്, എന്റെ മോള് ഭയങ്കര ബുദ്ധിശക്തിയുള്ള ആളാണ്, എന്റെ മോള് ഭയങ്കര അങ്ങനത്തെ പാടുന്ന ആളാണ്, ഇങ്ങനത്തെ ആളാണ്. എന്തിനാണിത്? ഞാൻ നിർത്തിച്ചൂടെ? ഒന്നാമത് നമ്മൾ ഇങ്ങനെ പുകഴ്ത്തി പറയാൻ തന്നെ പാടില്ല, അതൊരു കിബറാണ്. നമ്മളെ മാത്രം ഒരു റിയാഹുവാണ്. എന്തിനാണിത്? നമ്മൾ നല്ലവരാണ്, തരക്കേടില്ലാത്തവരാണെന്ന് മനസ്സിലാക്കാൻ. അപ്പൊ നമ്മളിലേക്ക് ബന്ധിക്കല്ലേ, എന്റെ ഭാര്യക്ക് ഇങ്ങനെ ഗുണമുണ്ട്, എന്റെ മക്കൾക്ക് ഇന്ന ഗുണമുണ്ട്. യഥാർത്ഥത്തിൽ ഗുണം ആര് നൽകിയതാണ്? അല്ലാഹു നൽകിയല്ലേ. അതിന് ശുക്ർ ചെയ്ത് വിനയത്തോടു കൂടി നീങ്ങുന്നതല്ല മറ്റുള്ളവരോട് അഹങ്കരിക്കാൻ വേണ്ടത്. മറ്റുള്ളവർ എൻ്റെ അടുത്തില്ല, എന്റെ ഭാര്യൻ്റെ അടുത്തുണ്ട്, എന്റെ മക്കൾക്കില്ലാത്ത എന്റെ മക്കൾക്കുണ്ട് എന്നല്ല പറയുന്നത്. അത് അവനെ നിന്ദിക്കലും നീ അഹങ്കരിക്കലല്ലേ. അതോടുകൂടി തന്നെ എല്ലാ വർക്കത്തും അല്ലാഹു തആല നിന്നിൽ നിന്ന് മാറ്റും. അത് പാടില്ല. അങ്ങനെ ശ്രദ്ധിക്കണം. കളവ് പറയുമ്പോൾ ശിക്ഷയാണ് പറഞ്ഞത്, ചെറിയ ശിക്ഷയല്ല. നുണ പറഞ്ഞ് പുറത്ത് നടക്കുന്ന ആളുകൾക്ക് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇതിൽ സമം. റമദാൻ നോമ്പ് നോക്കുമ്പോൾ ഇതൊക്കെ സൂക്ഷിക്കുക. ഈ റമദാനെങ്കിലും ഒന്ന് നമ്മുടെ ശരീരത്തിൽ നിങ്ങൾ റഹ്മ ചെയ്യും. റമദാൻ മാസത്തിലെങ്കിലും എന്ത് ചെയ്യുക? ഇത് കരുണ കാണിക്കുക ശരീരത്തിന് പറയാം. കാരണം ഇത് ഇരട്ടിക്കറ്റിയ ശിക്ഷയും ഭാവഭാഗത്ത് രക്ഷിക്കട്ടെ. പിന്നെന്താണ്? പിന്നെ പറയാണ്, പിന്നെ കണ്ടത് ആ അടപ്പ് പോലത്ത് അതിൽ കുറെ നഗ്നരായ സ്ത്രീ പുരുഷന്മാർ, അവരെ താഴെ തീ കത്തിക്കുമ്പോൾ അട്ടഹാസം, അവരിങ്ങനെ പൊങ്ങി വരും, പക്ഷെ അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല. അത് പറഞ്ഞെന്താ? അത് വ്യഭിചാരികളാണ്, വ്യഭിചാരം ചെയ്യുന്നവരാണ്. നിക്കാഹില്ലാതെ സ്ത്രീയും പുരുഷനും നിക്കാഹ് കഴിക്കാതെ എന്ത് ചെയ്യുന്നവരാണ്? സംയോഗം ചെയ്യുന്നവരാണ്, ലൈംഗികതയിൽ ഏർപ്പെടുന്നവരാണ്. വ്യഭിചാരം പല വിധത്തിലുണ്ട്. കണ്ണുകൊണ്ട് വ്യഭിചാരം, കൈകളെ കൊണ്ട് സ്പർശിക്കുക. അല്ലെ, കോളേജുകളിലൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ എന്തെങ്കിലും നല്ല പ്രോഗ്രാംസ് കഴിഞ്ഞപ്പോൾ ഷെയ്ക്കാൻ കൊടുക്കുക. അത് ഉഷാറായിരിക്കും. പാടില്ല, വ്യഭിചാരമാണ്, കൈകൊണ്ടുള്ള വ്യഭിചാരമാണ്. അങ്ങനെ ഷെയ്ക്കാൻ കൊടുക്കുന്ന ആളെ സംബന്ധിച്ച് എന്താ പറഞ്ഞു? നീ അവൻ ജീവനോട് കൂടി അവരെ തലയോട്ടിയിൽ ഒരു ആണി വെച്ചിട്ട് അതുകൊണ്ട് ജീവനോട് കൂടി ആ തലയോട്ടിയിൽ ആണിങ്ങനെ ചുറ്റി കൊണ്ട് മേടിയിട്ട് ഹാമർ കൊണ്ട് മേടിയിട്ട് തറക്കാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും വേദന? ഇതേപോലെ ശിക്ഷയായിരിക്കും. ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നൊരിക്കലും ഉള്ള ശിക്ഷയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. സംഭവം തമാശയാണ്. അല്ലെങ്കിൽ ഓളിങ്ങനെ പോകുമ്പോൾ ഒന്നണ്ടോ എഴുതി കൊടുക്കുക. നമ്മൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെന്നാണ് ഈ പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ സാധ്യതകൾ വരും. ബസ്സിൽ കയറുമ്പോൾ, ഇതിന് ബസ്സിലല്ല, ഇപ്പോൾ ബൈക്കുമ്മലാണ്. വേറെ സ്ഥലത്താണ്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരമാണ് ഇപ്പോൾ പഠിക്കുന്നത്.
അപ്പോൾ ആരും കാണൂല. അപ്പോൾ അവിടെ വേറെ അന്യ പെൺകുട്ടികളും മനസ്സിലാക്കാണ് ഞാൻ ആദാപുരമുള്ള ആളാണ്, ഞാൻ വടകരയുള്ള ആളാണ്, ഞാൻ തലശ്ശേരിക്കാരിയാണ്, അതുകൊണ്ട് ഇപ്പോൾ ആരും കാണൂല. അപ്പോൾ വേറെ അന്യ പുരുഷൻ്റെ ബൈക്കിൽ ചെറുക്കൻ്റെ എന്താണ് ബോയ്സ് ഫ്രണ്ടിൻ്റെ ബൈക്കിൽ ഗേൾ ഫ്രണ്ട് എന്ത് ചെയ്യാണ് കയറിയിട്ട് ഇങ്ങനെ പോകാൻ രസമാണ്. എപ്പോഴറിയാം ഒരു ആക്സിഡന്റ് വന്നു കണ്ട് ചമ്മന്തി പോലെ ആകുമ്പോഴറിയാം ഇത് ഇന്നതാണെന്ന് ഐഡന്റിറ്റി കാർഡൊക്കെ നോക്കുമ്പോൾ ഇന്നതാണ്. അപ്പം എല്ലാം കഴിഞ്ഞു. പക്ഷെ അള്ളാഹ് കാണുന്നില്ലേ? അള്ളാഹു കാണുന്നില്ലേ? വ്യഭിചാരം മനസ്സുകൊണ്ട് വ്യഭിചരിക്കരുത്. മനസ്സിലെ അന്യ സ്ത്രീകളെ മോഹിച്ചുകൊണ്ട് മോശമായതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, വ്യഭിചാരത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കുക പാടില്ല. അതെ, ഹറാമാണ്. അങ്ങനെ എന്തൊക്കെ വിചാരം. അപ്പോൾ അങ്ങനെ ഒരാൾ ഇന്ദ്രസ്കരിച്ചാൽ ഒരാൾ വേണ്ടാത്തത് ചിന്തിച്ചിട്ട് നോക്കിയിട്ടല്ല, അയാൾ മനഃപൂർവ്വം ഇങ്ങനെ ആക്കി സ്വയംഭോഗം നടത്തിയിട്ട് വലിയ ശുദ്ധി ഉണ്ടായി. മനഃപൂർവ്വം അയാൾ പ്രവർത്തിച്ച് വലിയ ശുദ്ധി ഉണ്ടായ നോമ്പ് മുറിയോ? ഇല്ലല്ലേ? നോമ്പ് മുറിയോ? നോമ്പ് മുറിയും. സ്വയംഭോഗം നടത്തിയാൽ നോമ്പ് മുറിയും. പകലിൽ എന്ത് ചെയ്യണം? നോമ്പൊക്കെ നോട്ടിക്കണമെന്ന് ഓനിങ്ങനെ വേണ്ടാത്തത് ചിന്തിച്ചിട്ടും വേണ്ടാ പ്രവർത്തനം അവൻ്റെ കൈകളെ കൊണ്ടും മറ്റും ചെയ്തിട്ട് എന്ത് ചെയ്യുക? സ്കലിപ്പിക്കുക, ഇന്ധനം പുറപ്പെടുവിക്കുക. അങ്ങനെ ആയാൽ നോമ്പ് മുറിയും. പിന്നെ ഒരാൾ കിടന്നുറങ്ങി നോമ്പിന് പകലിൽ, പക്ഷെ ഒരു സ്വപ്നം കണ്ട്, അല്ലെങ്കിൽ സ്വപ്നം കണ്ടില്ല, ഉറക്കത്തിൽ അവന് ഇന്ധനം സ്കലിച്ചു. അപ്പോൾ നോമ്പ് മുറിയോ? അപ്പോൾ നോമ്പ് മുറിയില്ല. കാരണം ഓൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടല്ല, ഓൻ അറിയുന്നില്ല. അവൻ ഉറങ്ങിയപ്പോൾ എന്ത് ചെയ്താണ്? ഉറക്കത്തിൽ അങ്ങനെ സ്ഖലനം സംഭവിച്ചതാണ്. അപ്പോൾ എന്താവില്ല? നോമ്പ് മുറിയില്ല. അപ്പോൾ കുളിച്ചാൽ മതി, നിസ്കരിക്കാൻ. മനസ്സിലാവും? ഓക്കെ. അവസരത്തിൽ നോമ്പ് കാലമായിട്ട് അവസരത്തിനനുസരിച്ച് ചെറുപ്പക്കാരുണ്ടായിട്ട് പറഞ്ഞു തന്നതാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വലിയ തെറ്റാണ്. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമായാലും മനസ്സുകൊണ്ട് വ്യഭിചാരിച്ച മോഹം തന്നെ മനസ്സിൽ നിന്ന് പോകണം. അതാ ത്വരീഖത്തേറെ നോമ്പ്. അങ്ങനെയുള്ള മോശമായ മോഹം തന്നെ മനസ്സിലുണ്ടാകുമ്പോൾ എപ്പോഴും അല്ലാഹ് 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 അല്ലെ, അള്ളാന്റെ ദിക്റിലായിട്ട് നമ്മൾ മുഴുകണം. അതാണ് ശരിക്കും ത്വരീഖത്തുകാരുടെ നോമ്പ് അപ്പോഴാവുള്ളൂ. അതിന് ശരീരത്തിൽ നോമ്പ് മുറിയൊന്നുമില്ല കേട്ടോ. മനസ്സിൽ ഒരു മോശമായ ചിന്ത വന്നു വെച്ചിട്ട് നമ്മൾ സാധാരണ നോമ്പ് മുറിയില്ല. പക്ഷെ ഉന്നതമായ പദവി നഷ്ടപ്പെടുന്നു. അപ്പോ സ്പർശനം, ദർശനം അന്യ സ്ത്രീകളെ ഹറാമാണ്. അപ്പൊ വ്യഭിചാരത്തിനുള്ള ഇത് ഖിയാമത്ത് നാൾ വരെ ശിക്ഷപ്പി പറയുന്നത്. ഖിയാമത്ത് നാൾ വരെ ഖബറിൽ നൽകപ്പെടുന്ന ശിക്ഷയെ പറ്റിയാണ് പറഞ്ഞത്. ഖിയാമത്ത് നാളിൽ സഹിക്കാൻ പറ്റാത്ത വേറെ ശിക്ഷ അല്ലാഹു തആല കാത്തിട്ടില്ല. ഇതിനെ സഹിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഖബറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശിക്ഷയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഹദീസിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഹദീസ് റിയാദ് സ്വാലിഹീനിലുണ്ട്. മഹാനായ ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി വിവരിച്ച ഹദീസാണ്, റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സുമറത്ത് ഇബ്നു ജുന്ദബ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പിന്നെ പറഞ്ഞു, രക്തഭംഗിതമായിട്ടുള്ള ഒരു പുഴ, അതിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ച് പറഞ്ഞു. കല്ലുകൾ ഇങ്ങനെ വീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളെ സംബന്ധിച്ച് പറഞ്ഞത് അത് പലിശ തിന്നുന്ന ആളായിരുന്നു. പലിശയുമായി ബന്ധമുള്ള ആളുകൾക്കുള്ള ശിക്ഷയാണ് പലിശ തിന്നണം. അയാൾക്ക് ഒരിക്കലും കര കയറാൻ പറ്റുന്നില്ല, നീന്തി തളരുന്നല്ലാതെ. പിന്നെന്താ പറഞ്ഞത്? ഒരു വ്യക്തിയെ കണ്ടു, തീ ഇങ്ങനെ കത്തിക്കപ്പെട്ടിരിക്കുന്നു. അതിന് ചുറ്റും ഇങ്ങനെ മുമ്പ് തീ കത്തിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റും നടക്കുകയാണ്. വിരൂപിയായ വെറുക്കപ്പെടുന്ന ഇതുള്ള വ്യക്തി. അത് നരകം കാക്കുന്ന മലക്കാണ്, മാലിക് എന്ന മലക്കാണ് അലൈഹിസ്സലാം എന്ന് പറഞ്ഞു. പിന്നീട് നീണ്ട ഒരു മനുഷ്യർ ഒരു വലിയ നല്ലൊരു പൂന്തോട്ടത്തിൽ നല്ല നീളമുള്ള ഒരു മനുഷ്യനെ കണ്ടു. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾ ശുദ്ധ പ്രകൃതിയിൽ മരിച്ചതായ കുട്ടികളാണ്. ചെറിയ കുട്ടികൾ മരിക്കൂലേ, അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൂടെയാണ്. അതിലൊന്നിങ്ങനെ ഉണ്ട്, ശുദ്ധ പ്രകൃതിയിൽ മരിച്ച കുട്ടികൾ. ശുദ്ധ പ്രകൃതിയിൽ മരിച്ചതെന്ന് പറഞ്ഞാൽ അവർ ആ പ്രകൃതിയിൽ എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ മരിച്ച കുട്ടികൾ. അതായത് സ്വയം വിവേകവും ബുദ്ധിയും വെക്കുന്നതിന് മുന്നേ മരിച്ച കുട്ടികൾ എന്നാണ്. മറ്റൊന്നിലും ആ റിപ്പോർട്ടിൽ പറയുന്നത് ശുദ്ധ പ്രകൃതിയിൽ ജനിച്ച കുട്ടികളാണ്. ജനിച്ചു എന്നിട്ട് മരിച്ചു. അപ്പൊ കുട്ടികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ
ചെറുപ്രായത്തിൽ വരുമ്പോൾ മരണപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൂടെ. അപ്പം ഒരു സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, അപ്പൊ ബഹുദൈവാരാധകരുടെ കുട്ടികളോ? അതിൽ ബഹുദൈവ, അതായത് കാഫിരീങ്ങളുടെ അന്യമതസ്ഥരായ ആളുകളുടെ, ക്രിസ്ത്യാനികൾ, ഹൈന്ദവർ, ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അതാ ഉദ്ദേശിച്ചത്. മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് ഉണ്ടായ കുട്ടികളും അതിൽ പെടുമോ? സ്വർഗത്തിൽ ഇബ്രാഹിം നബിന്റെ കൂടെ ആവുമോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവരും അതിലുണ്ട്, ശുദ്ധപ്പെട്ടിട്ടില്ല. അപ്പൊ അവരുടെ കുട്ടികളും അവിടെയാണ് ഹദീസിൽ നിന്ന് തെളിയുന്നത്. മനസ്സിലാവുന്നു. പിന്നീട് മരത്തിൽ കയറി അവിടെ എത്തി കുളിക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ നല്ല വൈരൂപകന്മാരെ ആളുകൾ, അവര് മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണ്. പക്ഷെ നല്ലതും ചീത്തതും ഒന്നിച്ചു ചെയ്ത് നടന്ന ആൾക്കാരാണ്. നിസ്കരിക്കുന്നുണ്ട്, സിനിമയും കാണുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, കളവ് പറഞ്ഞുണ്ട്. മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ രണ്ടും ചെയ്യും. നല്ല കാര്യങ്ങളും ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട്, ഇന്ന ചീത്ത ഹറാമായ അള്ളാഹ് ഹറാമാക്കിയ കാര്യം ഒരു ഭാഗത്ത് ചെയ്യും. അവരെയാണ് നിങ്ങൾ എന്ത് കണ്ടത്? നബിയെ തങ്ങൾ കണ്ടത് എന്ത്? അവിടെ പകുതി സൗന്ദര്യവും പകുതി വൈരൂപ്യവും ഉള്ളത്. പിന്നീട് അവർ അള്ളാഹു താല അവർക്ക് പുറത്തു കൊടുത്തു. അങ്ങനെ അവർ കൂടുതൽ സൗന്ദര്യവാന്മാർ. അതിനെ അവർക്ക് പിന്നീട് അള്ളാഹു പുറത്തു കൊടുത്തു. അവിടെ ഉദ്ദേശിക്കുന്ന കുറച്ചു കാലം ആ വിധത്തിൽ വൈരൂപ്യത്തോട് കൂടിയിട്ടായിരിക്കും അവർ ജീവിക്കുക, പ്രയാസത്തോട് കൂടിയിട്ടായിരിക്കും. പിന്നീട് അള്ളാഹു താല അവർക്ക് പുറത്തു കൊടുത്തു. അതാണ് കണ്ടിരുന്നത്. അല്ലേ? ഏകദേശം അതൊക്കെ പൈനപ്പായില്ലേ ഹദീസ്? അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നിസ്സാരാക്കാൻ പാടില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാണ്. കളവ് പറയില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇത് നമ്മുടെ കർത്തവ്യമാണ്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഹറാമായ കാര്യം നിസ്സാരാക്കി കളയരുത്. അതിനുള്ള ശിക്ഷകളാണ് പറഞ്ഞത്. മനസ്സുകൊണ്ട് പോലും മോശമായ ലൈംഗികമായിട്ടുള്ള വ്യഭിചാരങ്ങളെ ചിന്തിക്കാൻ പാടില്ല. മോഹത്തോടുകൂടി, വികാരത്തോട് കൂടിയിട്ട്, ലൈംഗികമായ ചിന്തയോടുകൂടി ഒരു സ്ത്രീയെ നോക്കൽ വ്യഭിചാരമാണ്. ലൈംഗികമായ ഒരു ചിന്തയോട് കൂടിയിട്ട് ഒരു സ്ത്രീയെ നോക്കൽ വ്യഭിചാരമാണ്. അതൊരു ആൺകുട്ടിയെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ലവാത്തത്താണ്, സൗവർഗരതിയാണ്. ലൈംഗികമായ ചിന്തയോടുകൂടി ആൺകുട്ടികളെ പോലും എന്ത് ചെയ്യരുത്? വിശകുരുത്തി വരുന്ന പയ്യന്മാർ ആൺകുട്ടികളെ പോലും നോക്കാനും പാടില്ല, കൈ കൊടുക്കാനും പാടില്ല, അട്ടിരിക്കാനും പാടില്ല. ലൈംഗികമായ ചിന്ത പാടില്ല. അതൊക്കെ സൗവർഗരതിയിൽ പെടും. അതിന്റെ തുടക്കക്കാലം പൂർണ്ണത വരുന്നത് പൂർണ്ണത ചെയ്യുമ്പോൾ മാത്രമല്ല. അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ട കാര്യം, ഇങ്ങനെ എല്ലാറ്റിലും നമ്മൾ സൂക്ഷ്മത പുലർത്തണം. അപ്പോഴാണ് ഈ ശരീരത്തിൽ തെക്കുക നമുക്ക് ശരിയാവുള്ളൂ. കൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റെടുക്കുക, വിരോധിച്ചതിൽ വിട്ട് സംശയാസ്പദമായ കാര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. നമുക്കൊരു ഇത് തോന്നുകയാണ്, അവിടെ ഇന്ന സ്ഥലത്ത് പോയാൽ ദീപത്ത് കേൾക്കേണ്ടി വരും, അപ്പോൾ അത് പോയത് നഷ്ടം ഉപേക്ഷിക്കണം. ഇന്ന സ്ഥലത്ത് പോയാൽ നിർബന്ധിച്ച ഹറാമായ സിനിമകൾ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളുള്ള സിനിമകൾ കാണേണ്ടി വരും, അപ്പോൾ അങ്ങോട്ട് പോവാതിരിക്കുക. ഇന്ന ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ ബാർ അറ്റാച്ച്ഡ് ഹോട്ടലാണ്, അവിടെ കല്ലിന്റെ പാത്രത്തിലേക്ക് വെളുപ്പിത്തരാൻ സാധ്യത, അതുകൊണ്ട് അങ്ങോട്ട് പോവാതിരിക്കുക, ആ ഹോട്ടലിൽ കയറാതിരിക്കുക. ഇന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം, ഇറച്ചിയൊക്കെ മുസൽമാൻ അറക്കാത്ത ഇറച്ചിയായിരിക്കും എനിക്ക് കിട്ടല്, മുസൽമാൻ അറക്കാത്ത മൃഗത്തിന്റെ ഇറച്ചിയായിരിക്കും കിട്ടല്, അപ്പൊ അവിടുന്ന് ഇറച്ചി കഴിക്കാതിരിക്കുക. ഇങ്ങനെ നമ്മൾ ഈ തിന്മയിലേക്ക് പോവാൻ, അതിൽ സംശയം, അത് തിന്മയിൽ പോകുന്ന തോന്നുന്നതാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം മുസ്തബിഹായി തോന്നി, ഇത് ഹലാലാണോ ഹറാമാണോ, ഒരു കാര്യം ചെയ്യൽ ഇത് നിഷിദ്ധമാണോ അനുവദനീയമാണോ എന്നൊരു സംശയം വന്നു, അങ്ങനത്തെ കാര്യങ്ങൾ വന്നു, അപ്പൊ അത് ഉപേക്ഷിക്കാം, ആ കാര്യം തന്നെ ഉപേക്ഷിക്കാം. ഒരാൾ തരാണ്, ഇത് മോനെ ഇത് മയക്കുമരുന്ന് ഇല്ലാത്ത അല്ലെങ്കിൽ ലഹരി ഇല്ലാത്ത ബീറാണ്, നല്ല ബീറാണ്, മറ്റിടത്തൊക്കെ അറബികൾ കുടിക്കുന്ന ബീറാണ്. അറബികൾ ചെയ്യുന്ന തെറ്റ് പലതും നമ്മൾ പോലും ചെയ്യില്ല നാട്ടായിരിക്കും. അതായത് അറബിയ അല്ലാതെ അജമികൾ പോലും ചെയ്യും, അയാൾ തെറ്റുകളൊക്കെ അറബി ചെയ്യണം. അപ്പൊ അറബികൾ കുടിക്കണ ബീറാണ് എനിക്കിട്ടൊന്നും പറ്റില്ല, അറബികൾ വ്യഭിചരിക്കുന്ന പെണ്ണാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റൂല. ഇത് ഇസ്ലാമി വിലക്കിയതായിട്ടുള്ള ലഹരി അതിലുണ്ടെങ്കിൽ അത് ബീറായാലും എന്തായാലും വേണ്ടില്ല, ബീറായാലും വേണ്ടില്ല, എന്നാലും വേണ്ടില്ല, അത് ഹറാം തന്നെയാണ്, നിഷിദ്ധം തന്നെയാണ്, അത് പാടില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ എന്നോട് പറഞ്ഞേ, ഒരു കുൽബാറിൽ ചെന്നപ്പോ ഒരാൾ പറഞ്ഞാണ്, ഇത് കുഴപ്പമില്ല, ഇത് നല്ല ബീറാണ് ഉസ്താദ്, ഉസ്താദിന് കുടിക്കാൻ പറ്റിയ ബീറാന്ന്. അത് എഴുതി വെച്ചിട്ട് അവിടെ ഉസ്താദന്മാര് കുടിക്കാനുള്ള ബീറ് പറ്റിക്ക മക്കളെ. അപ്പൊ ഞമ്മക്ക് സംശയമാണ്, ഇത് അനുവദനീയാണോ ഹറാമാണോ, സംശയം വന്നു, ഇത് ശരിയായ ബീറാണോ. ബീറെന്ന് കേട്ടാൽ തന്നെ എന്ത് ചെയ്യുക, ബാർ ഓർമ്മയാൽ മതി, വേഗം വിടുക അവിടെ.
അത് പല കോലത്തിലും വരും. ഇത് കുഴപ്പമില്ല, ഇത് അങ്ങനത്തെ ഇല്ലടാന്നൊക്കെ പറയും. അപ്പൊ സംശയാസ്പദമായി അതിന് മാറും. ഇതിന് വറക്ക് എന്നാ പറയും. ത്വരീഖത്തുകാരാകുമ്പോൾ അത്രയ്ക്കും സൂക്ഷ്മത വേണം അല്ലേ? ഒരാൾ ഭക്ഷണം കൊടുത്തെന്ന് അല്ലെങ്കിൽ ഒരാൾ കല്യാണത്തെ വിളിച്ച് നമുക്കറിയാം അയാൾ പലിശ വാങ്ങണ ആളാണ്, പലിശക്ക് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആൾ. പലിശ ഉൾപ്പെടെ ജോലി, പലിശക്ക് കാശ് കൊടുക്കും, കടം കൊടുക്കും, പലിശ വാങ്ങും. അത് ഉറപ്പാണെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ആ ക്ഷണം നമ്മൾ സ്വീകരിക്കരുത്. നിങ്ങൾ അത് ഉപേക്ഷിച്ചാൽ ഞാൻ വരാമെന്ന് പറയും. അത് ഹറാമായ കാര്യം ചെയ്യുന്നതാണ്, നിങ്ങളെ ക്ഷണം ഞാൻ സ്വീകരിക്കില്ല. എന്നാൽ സംശയാസ്പദമാണ്. ഇയാൾ പലിശ വാങ്ങുന്നുണ്ടോ ഇല്ലേ സംശയമാണ്. നമുക്ക് ഇയാൾ പലിശ കൊടുക്കുന്ന സംശയമാണ് എങ്കിൽ നിങ്ങൾ ക്ഷണം സ്വീകരിച്ചോളും, പൊക്കോളി. പക്ഷേ സംശയാസ്പദ കാര്യം ഭക്ഷണം കഴിക്കണ്ട, വെള്ളം കൊടുക്കണം, അത് വേറെ കല്യാണത്തിന് പോയിട്ട് ഭക്ഷണം കഴിച്ചോളി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഴിക്കാം, അല്ല ഞാൻ കഴിച്ചിട്ട് പോയിക്കോളി, അല്ല ഞാൻ കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് സന്തോഷം എന്നൊക്കെ പറഞ്ഞാണ്ട് അവിടെ പതുക്കെ മുങ്ങുക, സംശയാസ്പദമായ കാര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക, ഇതൊക്കെ ചെയ്യുക. അല്ലാഹു തആല ഇതിൻ്റെ തഅല്ലുഖ് ബന്ധം എന്താണ് ശരീരത്തിനോട്, ശരീരത്തിൻ്റെ ബന്ധം ശരീരത്തിനോട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെട്ട നിലയ്ക്ക് നോമ്പ് നോക്കുവാനും ഖുർആൻ ഓതുവാനും നിസ്കരിക്കുവാനും ദിക്ർ ചെയ്യുവാനും സ്വലാത്ത് ചൊല്ലുവാനും എല്ലാം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ ഉസ്താദുമാർ, ശൈഖുമാർ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, അവരുടെ സന്താനങ്ങൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, ഇടങ്ങൾ എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു തരട്ടെ. അല്ലാഹു തആല എല്ലാവരെയും അല്ലാഹു തആല തൃപ്തിപ്പെടട്ടെ. അല്ലാഹു തആല ആരെയും ശിക്ഷിക്കാതിരിക്കട്ടെ. അല്ലാഹു എല്ലാവരെയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല എല്ലാവരുടെയും ആയുസ്സിലും ആരോഗ്യത്തിലും റിസ്കിലും അല്ലാഹു തആല ബർക്കത്ത് ചൊരിയട്ടെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടി തരട്ടെ. വിഷമങ്ങളുള്ള വിഷമങ്ങൾ അല്ലാഹു തആല തീർത്തു തരട്ടെ. ഗർഭിണികൾ പ്രസവത്തിൻ്റെ സമയം അവർക്ക് പൂർത്തിയായ ആളുകൾക്ക് അല്ലാഹു തആല സുഖപ്രസവം നൽകട്ടെ. അല്ലാഹു തആല ജോലിയില്ലാത്തവർക്ക് ഹലാലായ ജോലി നൽകട്ടെ. ഹറാമായ ജോലിയിലുള്ളവർ അവരുടെ അതിൽ നിന്ന് പിരിച്ചുവിടട്ടെ. കടങ്ങളുടെ കടങ്ങൾ അല്ലാഹു തആല വീട് തരുമാറാകട്ടെ. വീടില്ലാത്തവർക്ക് അല്ലാഹു തആല വീട് നൽകുമാറാകട്ടെ. വിവാഹപ്രായമെത്തി കല്യാണങ്ങൾ ആലോചിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുയോജ്യരായ ഇണകളെ നൽകുമാറാകട്ടെ. അല്ലാഹു കല്യാണം കഴിഞ്ഞതിന് ശേഷവും സന്താനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു തആല സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. നമ്മളേവരുടെയും സന്താനങ്ങൾ അല്ലാഹു സ്വാലിഹീങ്ങളാകട്ടെ. അല്ലാഹു തആല നമ്മളേവരെ ഈമാനോട് മരിപ്പിക്കട്ടെ. ربنا اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار. ربنا تقبل منا دعاءنا بمحض فضلك إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا رب العالمين. بجاه سيدنا محمد رسول الله صلى الله عليه وسلم وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه. سبحانك رب العزة عما يصفون.